വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. നീ കാണുന്നിടത്തെല്ലാം ചെന്ന് തുള്ളരുത്. ഓണക്കളിക്ക് പോകാണ്ടിരിക്കുക. സെറ്റ് സാരി എടുത്തോണ്ട് തിരുവാതിര തായേ ദേവി ശാരദയെ ഓണക്കളിക്ക് ഇരിക്കുക. നിന്റെ അടിച്ചില്ല തൈ വളക്കും പെന്തിക്കോസ്തുകാരി. ഈ ഉമ്മ കാണുന്നിടത്തെല്ലാം തുള്ളാൻ നടക്കുക. അമ്മാമ്മ പക്ഷെ തുമ്പി തുള്ളണേ. നമുക്കിവിടെ തുള്ളലുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ പോയി തുമ്പ പറയും എന്നാ തുമ്പി തുള്ളാത്തെ ചി തുമ്പി. എടേ ഇവിടെ ഉണ്ടല്ലോ തുള്ളല്. ഓണക്കളിക്ക് പെന്തിക്കോസുകാർ പോകരുത്. ഞാൻ പെന്തിക്കോസുകാരുടെ പറയുന്നേ. നീ ആഘോഷത്തിനൊന്നും പോകരുത്, മേളാങ്കിക്കാൻ പോകരുത്. എൻ്റെ അമ്മ പറയടാ ചെണ്ടപ്പുറത്ത് കോലെടുത്തെല്ലാം പോകരുതെന്ന്. നീ വേർപാട് പഠിക്കണം. ഇത് വേർപാടിൻ്റെ ഉപദേശമാണ്, വേർപാടിൻ്റെ ഉപദേശമാണ്. സകല കേസിനകത്ത് നീ ഒന്ന് തലയിടുക. ഓണക്കളിക്കും പോയി, കബഡി കളിക്കാനും പോയി, വേർപാടുമില്ല. എടാ ഞായറാഴ്ച 10 തള്ളിക്കൊണ്ട് വരുമ്പോലെ വരിക ഹോളിലോട്ട്. കസാര എന്തിനാടാ ഇങ്ങനെ വരുന്നത്? വേർപാട് പാലിക്കണം. ദൈവമക്കൾ വേർപാട് പാലിക്കണം. നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത്, വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കരുത്. സപ്തതി ഷഷ്ടിയും 60 വെടിവതും നിന്റെ 60. ഇപ്പൊ എല്ലാവർക്കും എടാ ഇവിടെ അല്ല പ്രതിഫലം, പ്രതിഫലം അവിടെ. ഇവിടെ ഒരു പൊന്നാടം വേണ്ട, ഒരാടം വേണ്ട. നീ കർക്കശമായി വേർപാട് പാലിക്കേ. അവിടെ ചെല്ലുമ്പോഴാണ് നിനക്ക് പ്രതിഫലം തരുന്നത്. ദൈവത്തിന്റെ മഹത്വം. വേർപാട് കർക്കശമായി എല്ലാത്തിനും ചെന്ന് തലയിടരുത്. ദൈവമക്കൾ വേർപാട് ആചരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാടണം. ഇതാ പുതിയ നിയമത്തിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നുപോയ യേശു തിരിച്ചു വരാൻ പോവാ. ആരെ ചേർക്കാൻ? തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രി നീ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിനൊരുങ്ങണം. ഉയർത്തെഴുന്നേറ്റ് യേശു അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ബഥാന്യയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തവൻ സ്വർഗത്തിലേക്ക് പോയി. ദൂതന്മാര് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരാൻ പോവാ. തിരിച്ചു വരുന്ന എല്ലാവരെയും ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാൻ, തനിക്കായി കാത്തിട്ടുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമാ തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. എന്തിന്? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി, യേശു വരാറായി. നീ കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം, കൈവിടപ്പെട്ടു പോകരുത്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്.